ശനീശ്വര. ഒരു പൂ വെച്ചാട്ടെ. കർക്കടക വൃശ്ചിക മീനം. മീനത്തിന്റെ ഫലമാണ് നമ്മൾ ഇവിടെ കണ്ടത്. യാത്ര എന്ന് പറയുമ്പോൾ ദൂരദേശ എന്ന് തന്നെ കണ്ടു. വരുന്ന ബുധനാഴ്ച ഉത്തമമായി കാണുന്നു. ബുധനാഴ്ച 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 മധ്യാഹ്നം വിട്ട് യാത്രികന് സകലവിധമായ ഐശ്വര്യാഭീഷ്ട സിദ്ധികളും ഉണ്ടാവും. വിശേഷം ബുധനാഴ്ച അല്ലെങ്കിൽ പിന്നെ തിങ്കളാഴ്ച. തിങ്കളും കൊള്ളാം. അത് അതികാലത്ത് പുറപ്പെടേണ്ടിയിരിക്കുന്നു. ഒന്നുകിൽ 7:30 മുമ്പ് അല്ലെങ്കിൽ 9 കഴിഞ്ഞ്. 9 ശേഷവും ഉത്തമം തന്നെ. എങ്കിലും മൊത്ത ഫലപ്രകാരം പറയുമ്പോൾ ബുധനാഴ്ച തന്നെ മെച്ചമെന്ന് കാണേണ്ടിയിരിക്കുന്നു. തിങ്കളാഴ്ചയ്ക്കും ദൂഷ്യമൊന്നുമില്ലല്ലോ? ഹേയ്, ദൂഷ്യമൊന്നുമില്ലാന്ന് തന്നെയല്ല, പല ഗുണഫലങ്ങളുമുണ്ട്. എങ്കിൽ തിങ്കളാഴ്ച തന്നെ മതി. 2 ദിവസം നേരത്തെയുമാണല്ലോ. അത് തന്നെ മതി. നേരത്തെ പോയാ നേരത്തെ വരാമെന്നല്ലയോ? എങ്ങോട്ടാന്നാ? എങ്ങോട്ടായാലും. അതെ. യാത്ര പോയാ ഇറങ്ങി പോകുന്ന സ്ഥലത്തിന്റെ കാര്യം എങ്ങനായിരിക്കും? നമ്മൾ ചെന്ന് കേറുന്ന സ്ഥലത്തിന്റെയോ? അല്ല, ഇപ്പോ ഇവിടുന്നാ പോണേന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യം. അതെ. അമ്മൂമ്മ കരയുന്നോ? ഹേയ്, എന്തിനാ അമ്മൂമ്മ കരയുന്നേ? ഞാൻ കരയുന്നില്ലല്ലോ. മാലിനി, ഇവളെ നീയായി നീ നോക്കേണ്ടത്. ഇവളെ മോളെയും നീ കൊണ്ടുപോയിക്കോണം. അമ്മേ, ഇവരേ ഉള്ളൂ അമ്മയുടെ കയ്യിൽ നിനക്ക് തരാനായിട്ട്. ആടിനെ അശോകം കൊണ്ടുപോയിക്കോട്ടെ. അവനാവുമ്പോ വരെ കാര്യമായിട്ട് നോക്കിക്കൊള്ളും. പശുവിനെ നോക്കാൻ നീ ആ മിടുക്കി. പശുവിനെ 4-നെയും ഗോവനും പിള്ളേരും പോയാലുടനെ നീ കൊണ്ടുപോയി നോക്കിക്കോണം. അതുവരെ അവരിവിടെ നിന്നോട്ടെ. ആ പൊടിക്ക് കിടാവെന്ന് വെച്ച ജീവനാ. കേട്ടല്ലോ പറഞ്ഞത്? ചേട്ടാ, ഈ അണ്ണാന്റെ ഹെയർ മുഴുകെ കൊഴിഞ്ഞു പോകുമ്പോഴാ ഒന്നുണ്ടാവുന്നത്. ആര് പറഞ്ഞു? മീനു ചേച്ചി. മീനി ചേച്ചിയോ ഷീനി ചേച്ചിയോ? മീനു ചേച്ചി. എനിക്കറിയില്ല, പറഞ്ഞവരോട് തന്നെ പോയി ചോദിക്കും. മീനു ചേച്ചി, മീനു ചേച്ചി. എന്റെ ഓർമ്മയിലുള്ള മണ്ണെന്ന് പറഞ്ഞാൽ ഈ മണ്ണാ. അന്നൊക്കെ പിന്നെ ആർക്കാ ഈ നാട്ടിലെ മണ്ണും ഭൂമിയും ഒക്കെ ഉള്ളത്? അമ്മയുടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അപ്പുറത്തെല്ലാം നോക്കി. ഓ, ഞാനിവിടെ ചുമ്മാ ഒന്ന് കിടക്കുമായിരുന്നു. ഇവിടെ ആവുമ്പോ ഉച്ച തിരിഞ്ഞാ നല്ല കാറ്റാ. ഇപ്പോഴീ പാല പൂത്ത കാലം കൂടെ ആയതുകൊണ്ട് നല്ല സുഖമാ.
കൊള്ളാം. എന്താമേ? അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു. ഞാൻ വിചാരിച്ചത് എന്റെ മക്കളെല്ലാം വലിയ വലിയ നിലയിലും പദവിയിലും ഒക്കെ ആയി കഴിഞ്ഞെന്നായിരുന്നു. പക്ഷെ അവരുടെ കൊച്ചുങ്ങൾക്ക് പഠിക്കണമെങ്കിൽ പൂട്ടുകാരൻ കുഞ്ഞിന്റെ കയ്യിലിരിക്കുന്ന കാശ് കിട്ടണമെന്ന് പറഞ്ഞാലേ, ഒന്ന് ഓർത്തു നോക്കിയാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോ നേരത്തെ അതും ഇതുമൊക്കെ കേട്ടത് തീരെ അങ്ങ് ചുമ്മാതായിരുന്നില്ല. നീയും കൂടെ എന്താ അങ്ങനെ അങ്ങ് ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ചു കളഞ്ഞത്? ഓ, ആരാണ്ടോടൊക്കെ ആയിട്ട് ഒരുപാട് പേരോട് എനിക്ക് യാത്ര ചോദിക്കാനുണ്ടായിരുന്നു. എല്ലാരോടും ചോദിച്ചു. ഇനി അങ്ങ് പോയാ മതി. അമ്മയ്ക്ക് നേരത്തെ ഒന്ന് വേണമെങ്കിൽ പോയി അവിടെ എല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. രാവിലെ പോയാൽ എല്ലാം കണ്ട് മനസ്സിലാക്കി വൈകുന്നേരം ആകുമ്പോഴേക്കും എത്താം. ഓ, എന്ത് കാണാനാ? എന്തായാലും അങ്ങോട്ട് തന്നെയല്ലേ പോകാനുള്ളൂ. പിന്നെ ഇപ്പൊ നേരത്തെ പോയി കണ്ടിട്ട് എന്ത് കിട്ടാനാ? എന്നാലും പരിചയമില്ലാത്ത ഒരിടത്തോട്ട് കയറി ചെല്ലുന്നതിന്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാമല്ലോ. നീ ഉദ്ദേശിക്കുന്നത് പോലെ എനിക്ക് അതിനെക്കുറിച്ച് ഇപ്പൊ അങ്ങനെ വലിയ പേടിയും ഭയമൊന്നുമില്ല. പേടിയുടെ അല്ല, അറിഞ്ഞാ കൊള്ളാവുന്നുണ്ട്. അത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നാ മതി. നിങ്ങൾ എല്ലാരും കൂടെ വന്നാണോ എന്നെ അവിടെ കൊണ്ടാക്കുന്നത്? അതോ കൊണ്ടുപോകാനായിട്ട് അവരുടെ വണ്ടി വരുമോ? ഞങ്ങൾ എല്ലാരും കൂടെ വന്ന് അമ്മയെ അവിടെയാക്കി അവിടെ വല്ലാം പരിചയമാക്കി തന്നിട്ടേ ഇങ്ങ് പോരൂ. അവിടെ പിന്നെ നോക്കാൻ വേറെ ആളുകളൊക്കെ ഉണ്ട്. പിന്നെ ഇല്ലാതെ. അപ്പോ നിങ്ങൾ ഇങ്ങ് പോന്നു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ അങ്ങ് സുഖമായിട്ട് കഴിഞ്ഞാൽ മാത്രം മതി. അവിടെ കിടക്കാൻ കട്ടിലും പായും ഒക്കെ ഉണ്ട്. അമ്മയ്ക്ക് അവിടെ ഒരു ഒന്നാം തരം റൂം തന്നെയുണ്ട്. എല്ലാ ഫെസിലിറ്റീസും ഉള്ള സെപ്പറേറ്റ് ആയിട്ടൊരു ബെഡ്റൂം. കുന്നിന്റെ മുകളിലായതുകൊണ്ട് എപ്പോഴും നല്ല കാറ്റാ. ആ വീഡിയോ കൂടെ അങ്ങ് എടുത്തോണ്ടാ മതി. കാണാനോ? ആ, വെറുതെ ഇരിക്കുമ്പോ. അതൊക്കെ അവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഉണ്ട്, കോമൺ ആയിട്ടുണ്ട്. എന്നാലും നമ്മുടെ സ്വന്തമായിട്ടുണ്ടെങ്കിൽ അതല്ലേ ഒന്നുകൂടെ സൗകര്യം. ഇട്ട വേഷമല്ലാതെ മറ്റൊന്നും ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകില്ല. എന്നെ പോലെ തന്നെ മക്കളുള്ളവരും ഇല്ലാത്തവരും ഒക്കെ അല്ലയോ അവിടെ കഴിയുന്ന ബാക്കിയുള്ളവരും. അവരെങ്ങനെ കഴിയുന്നു അങ്ങനെ ഞാനും കഴിയുന്നുള്ളൂ. പക്ഷെ നമുക്ക് വേറെ എന്ത് ചെയ്യാനൊക്കും? അമ്മ നമ്മുടെ കൂടെ വരാൻ തയ്യാറായിരുന്നെങ്കിൽ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു. മാലിനി ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ നോക്കുന്നത് പോലെ ഞാൻ നോക്കിക്കൊള്ളാമായിരുന്നു. വരിയില്ലെന്ന് അഡമന്റായിട്ട് അങ്ങ് നിന്നാൽ എന്ത് ചെയ്യും? ഞാൻ എത്ര പറഞ്ഞു നോക്കി. ഇത് കൂടുതൽ എങ്ങനെയാ? തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അമ്മ പിന്നെ അതിൽ നിന്ന് ഇളകില്ല. എനിക്കറിയാം അമ്മേ. രണ്ട് സൈഡും ഷീനി തനിച്ചാണ് കളിക്കുന്നത്. ആളില്ലാഞ്ഞിട്ടാണെങ്കിൽ അല്ല, വേണ്ട, ഇരുന്നോളൂ, ഞാൻ പോന്നു. എന്താ വേണ്ടേനായിട്ട്? വാട്ട് ഹാപ്പൻഡ്? He's a beast. Beast.
പോട്ടെ മക്കളെ. അമ്മൂമ്മയോടൊന്ന് ഫോൺ ചെയ്യണം. ചെയ്യാം. ഇന്ന് വിളിക്കണം. ഇന്നിപ്പോ എന്താ വിളിക്കാൻ? നാളെ വിളിക്കാം. എപ്പോ? നാളെ രാവിലെ. രാവിലെ എത്ര മണിക്ക്? മോള് പലഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അമ്മമ്മ വിളിക്കാം, കേട്ടോ? പശുവിന്റെയും ആടിന്റെയും കാര്യമൊക്കെ ഞാൻ അമ്മണിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതവക്കാ. അതവള് നിങ്ങൾ പോയിട്ട് വേണ്ടതുപോലൊക്കെ ചെയ്തോളും. അതുവരെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ ഇവിടെ നിന്നോട്ടെ. നടക്കുമെന്ന് തോന്നുന്നില്ല. ഏതെങ്കിലും കാരണവശാൽ എന്നെ ഈ പുരയിടത്തിൽ തന്നെ ദഹിപ്പിക്കാൻ ഇടയായ ആ മാവ് തന്നെ വെട്ടണം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഞാനിപ്പോ എങ്ങോട്ടോ പോവാണല്ലോ. നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാൻ അങ്ങോട്ട് വരരുത്, പിള്ളേര് പോലും. ഇവിടെ ഓഫീസിൽ ഫോർമാലിറ്റീസ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, അതെല്ലാം കഴിച്ചു വെച്ചിരിക്കുക. പിന്നെ നേരിട്ട് ചെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് വാ. എന്നാലിനി നിങ്ങൾ പൊയ്ക്കോ. പക്ഷെ നിങ്ങൾ എല്ലാരും കൂടെ അങ്ങ് പോകുന്നത് ഇവിടെ ഒറ്റയ്ക്ക് നോക്കി നിൽക്കാൻ എനിക്ക് സങ്കടമുണ്ട്. എനിക്കത് താങ്ങുകയല്ല. അതുകൊണ്ട് ആദ്യം ഞാനങ്ങ് പോവാം. ഞാൻ പോയി കഴിഞ്ഞിട്ടേ നിങ്ങൾ പോകാവൂ. ഇവിടെ വൈകിട്ട് ഞാൻ ഇപ്പോഴങ്ങ് പരിചയമായിക്കൊള്ളൂ. അതിനെപ്പറ്റി നിങ്ങൾ വിഷമിക്കണ്ട. എന്നാ അങ്ങനെ. ഞാനങ്ങ് പോയിട്ടേ നിങ്ങൾ പോകാവേ. Let me sing you a song about old Jimmy Carter. അത് കാണാനൊന്നും നിൽക്കണ്ട. All the great things വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഓഫ് ചെയ്യേ.
പോയി കിടന്നുറങ്ങ. ഉറങ്ങാനും ടൈം ആയിട്ടില്ല. ഇല്ലെങ്കിൽ ഉറങ്ങണ്ട, പോയിരുന്നല്ലോ വായിക്കേ. വായിക്കാൻ കൊണ്ടുവന്ന പുസ്തകമൊക്കെ തീർന്നു. എന്നാ പോയി തലകുത്തി വയ്ക്കേ. ഓടിയപ്പുറത്ത്. എന്തിനാ അവളോട് വെറുതെ? എന്നാ പിന്നെ നിന്നോടാവാം. എന്നോട് എന്ത് വേണമെങ്കിലും അയക്കൂ. 4 പേരെ കൊണ്ട് അതും ഇതും പറയിക്കാനായിട്ട് നമ്മളിനി അധികം അവിടെ നിൽക്കണം. നിങ്ങൾക്ക് ഈ വീട്ടിൽ ഇനി സ്വസ്ഥത കിട്ടില്ല. അതുകൊണ്ട് ചോദിച്ചതാ. വേണ്ട, നമ്മൾ നാളെ മറ്റന്നാളെ പോവും. അതെ, ഇതൊക്കെ ഇരുന്നാട്ടെ. ഞങ്ങളിങ്ങനെ ഇവിടെ ഇരുട്ടുവാക്കിന് മാറിയിരുന്ന്. ചേട്ടൻ ഇരിക്കുന്ന ഇരുന്നാട്ടെ. നോക്കുന്നു ശാലം, നല്ല ഒന്നാമതൊരു സാധനമാ. സ്കോച്ചിൽ സ്വല്പം കൊള്ളാവുന്നൊരു ക്വാളിറ്റിയാ. നോക്കിയാട്ടെ, നോക്കിട്ട് പിടിക്കുന്നെങ്കിൽ കഴിച്ചാ മതി. ഇതല്ലയോ നിന്റെ ക്ലാസ്? അതെ. ഒരു പെക്ക് ഒഴിക്കും. അതല്ലയോ ഞാൻ പറഞ്ഞേ. ഒന്നുകൂടെ ആവാം. അല്ലേ, ഇദ്ദേഹത്തിന് ഇത് ഇഷ്ടമാകുമെന്ന് എനിക്കറിയാമായിരുന്നു. ഒന്നുകൂടെ. ഇദ്ദേഹം ഇതിപ്പോ നിലപ്പൊഴൊന്നുമല്ല, അതാ കഴിപ്പ് കണ്ടാൽ അറിയാം. അതും ഇതേ സാധനം തന്നെ ഇഷ്ടം പോലെ കഴിച്ചിട്ടുമുണ്ട്. അവിടെ ഈ പാർട്ടിക്കും ടൂറിനൊക്കെ പോകുമ്പോ ഇതൊക്കെ തന്നെ ആയിരിക്കും. എന്താ ഈ പാർട്ടിന്നും കക്കൂലിന്നും ഒക്കെ പറഞ്ഞ് ഓസിന് കുടിക്കാൻ ചെല്ലുമ്പോഴേ ഞങ്ങൾക്കിത് കാണാൻ കിട്ടുള്ളൂ എന്നാണോ കുഞ്ഞൻ പറഞ്ഞോണ്ട് വരുന്നത്? അല്ല, എന്നും ഇത് അതൊക്കെയല്ല. അതുകൊണ്ട് ഇത് കിട്ടാത്തപ്പോ കഴിക്കുന്നത് പട്ടയാണെന്നാണോ വിചാരം? അവൻ പെരുമാറി തുടങ്ങി. ഒരു സ്വല്പം ഗ്യാപ്പിട്ട് കഴിച്ചാൽ മതി. ചേട്ടൻ ഇപ്പൊ തന്നെ അല്പം ഹയ്യാ. എന്തോന്ന് ഹയ്യ്? എടോ കുഞ്ഞ, അപ്പോ താനായി ഈ വീട് വാങ്ങിക്കാൻ പോകുന്നത്? താൻ ഈ വീട് മേടിക്കോ? അല്ല, അങ്ങനെയൊക്കെ ചോദിച്ചാല് താൻ ഈ വീട് മേടിക്കുമോ എന്നാ ഞാൻ ചോദിച്ചത്. ഇദ്ദേഹവും എളിമയൊന്നും എല്ലാവരും കൂടെ സന്തോഷമായിട്ട് തന്നാ കുഞ്ഞത് നന്ദിയോടെ സ്വീകരിക്കും. ഓഹോ, അപ്പൊ അങ്ങ് സ്വീകരിക്കാൻ റെഡിയായിട്ടിരിക്കുക. എന്നിട്ട് താൻ ഇവിടെ ഇക്കണ്ട കാലം മുഴുവൻ സുഖമായിട്ടങ്ങ് ജീവിക്കും. ചേട്ടാ എന്താ ഇത്? ഓ, പറയാൻ പാടില്ലല്ലോ അല്ലേ? നിന്റെ മുതലാളിയാണല്ലോ. ഇനി കഴിക്കണ്ട. ഇല്ല. പക്ഷേ എടോ, തനിക്കിവിടെ അങ്ങനെ സന്തോഷമായിട്ട് കഴിയാനൊന്നും പറ്റത്തില്ല. ആ വിവരം തനിക്കറിയാം. ഇവിടെ മുക്കിലും മുറിയിലും പറമ്പിലും പുല്ലിലും ഒക്കെ അമ്മ വന്ന് നിൽക്കും. ചേട്ടാ, എടാ, അമ്മയുടെ മുമ്പ് ഇയാൾക്ക് ഇരിക്കാനൊക്കോ? അമ്മയുടെ മുമ്പ് ഇയാൾ ഇരിക്കോ? ഇരിക്കോ? അല്ല, ഇതൊരു ഞാൻ പറയണ്ട, ഞാൻ പറഞ്ഞോളാം.
ഞാൻ വന്നതൊരു മെനക്കേടായി അല്ലേടാ? ചേട്ടാ എന്താ ഇത്? ചേട്ടാ ചേട്ടാ എന്താ ചേട്ടാ നീ കാണിക്കുന്നത്? അങ്ങോട്ട് മാറി ചേട്ടാ എന്താ കുടിക്കാനറിയാം എനിക്ക് കുടിക്കാൻ ചേട്ടാ പറയുന്ന കേൾക്കാതെ എന്തൊക്കെയാന്ന് ഇത്? ഇവിടെ ആദ്യമായി ഇങ്ങനെ ഒരു ഈശാഘോഷ എന്റെ ഓർമ്മയിൽ. അതെന്താന്ന് നിനക്കറിയാവോ? ഇവിടെ ഇപ്പോ അമ്മയില്ല. അമ്മയില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ പലതും നടക്കും. മതി, ഞാൻ അപ്പോഴേ പറഞ്ഞു. വാ. എടാ മണി, എന്താ നീ വിചാരിക്കുന്നേ? ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് മാസാമാസം കിട്ടുന്ന പലിശയും അടച്ച് അമ്മ അവിടെ സുഖമായിട്ടങ്ങ് കഴിഞ്ഞോളൂ എന്നാണോ? അമ്മയ്ക്ക് അവിടെ ഒരു ദിവസം കഴിയാനൊക്കത്തില്ല. ഈ വീടും പറമ്പും വിട്ടാൽ അമ്മയ്ക്ക് ശ്വാസം മുട്ടും. വെള്ളത്തിൽ നിന്ന് കരക്കെടുത്തിട്ട മീൻ പോലെ ആയിരിക്കും അവിടെ അവര്. എന്താ നാട്ടുകാരെയും കൂടെ അറിയിച്ചിട്ടേ സമാധാനാവുള്ളൂ. നടക്ക്. വിളിച്ചിരുത്തി കള്ളു കൊടുത്തിട്ട് വലിയ അത്യാവശ്യമല്ലായിരുന്നോ? അത് വന്നിങ്ങിരുന്നല്ലേ? ആര് വിളിച്ചിരുത്തി? ഏതായാലും ഇന്നത് മതി. എത്ര നേരത്തെ ജോലി തീർത്ത് പോകാനുള്ളതിന് പകരം ജോലി തീർന്നല്ലേ പോകാനുള്ളൂ. കേട്ടല്ലോ, നാളെ രാവിലെ ഇടപാട് നടത്തിക്കോണം. ഇത് കേട്ടാൽ എന്റെ ഭാഗത്ത് നേരിട്ട് താമസം വന്ന പോലാണല്ലോ. കാലത്ത് എല്ലാരും വിളിച്ചോണ്ടെങ്കിൽ വരാം. അളക്കണ്ടായോ? അളന്നോളും.